പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്ന സുജിത് ദാസിന്റെ സസ്പെൻഷൻ. സുജിത് ദാസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടു. വിവാദ ഫോൺ സംഭാഷണത്തിന് പിന്നാലെയാണ് നടപടി. വിവരങ്ങളുമായി വി വിനീഷ് ചേരുന്നുണ്ട്. വിനീഷ്, എന്തായാലും PV അൻവർ MLA വെളിപ്പെടുത്തൽ, അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നല്ലോ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി സ്ഥാനവും തെറിച്ചത്. അപ്പോൾ സുജിത് ദാസിന് എന്തായാലും ഒടുവിൽ സസ്പെൻഷൻ എന്ന നടപടി കൂടി നേരിടേണ്ടി വരുന്നു എന്നുള്ള വാർത്ത. മുഖ്യമന്ത്രി എന്തായാലും ഒടുവിൽ അത്തരത്തിലൊരു നിലപാടെടുത്തിരിക്കുന്നു, ഉത്തരവ് വന്നിരിക്കുന്നു. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട? സുജിത് ദാസുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ ശക്തമായി തുടരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് കർശനമായ ഒരു നിലപാടെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. പ്രധാനമായും ആദ്യഘട്ടം മുതൽ സുജിത് ദാസിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിയും മുഖ്യമന്ത്രിയുമാണെന്നുള്ള ആക്ഷേപങ്ങൾ പല ഘട്ടങ്ങളിലായി ഉയർന്നിരുന്നു. ഒപ്പം തന്നെ MR അജിത് കുമാർ, ADGP ആയിരിക്കുന്ന MR അജിത് കുമാറിന്റെ നേതൃത്വത്തിലും അദ്ദേഹത്തിനെതിരെയും വലിയ ആരോപണങ്ങൾ സുജിത് ദാസ് ഉയർത്തുന്ന ശബ്ദ സന്ദേശം, പ്രത്യേകിച്ച് PV അൻവർ MLA നടത്തിയ ഫോൺ സംഭാഷണമായിരുന്നു പുറത്തായത്. ഇതിലൂടെയാണ് ആദ്യ വിവാദം കത്തിപ്പടർന്നത്. തുടർന്ന് സുജിത് ദാസിനെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, പിന്നെ കുറെ തെളിവുകൾ ഒക്കെ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ സസ്പെൻഷൻ നടപടിയിലേക്ക് പോയിരിക്കുന്നത്. പ്രഥമ ദൃഷ്ട്യാൽ ഉള്ള അന്വേഷണത്തിൽ DIG അജിത ബീഗത്തെ ചുമതലപ്പെടുത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആക്ഷേപങ്ങളെ സംബന്ധിച്ചുള്ള അന്വേഷണത്തിന് അതിൽ പ്രഥമ ദൃഷ്ട്യാൽ അന്വേഷണത്തിൽ കണ്ടെത്താൻ സാധിച്ചത് സുജിത് ദാസിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായി. പ്രത്യേകിച്ച് ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകളുമായി അടുത്ത ഉണ്ടാക്കിയിരുന്ന വ്യക്തിയായിരുന്നു SP ആയിട്ടുള്ള സുജിത് ദാസ് എന്ന തരത്തിലുള്ള ഒരു കണ്ടെത്തലായിരുന്നു അജിത ബീഗത്തിന്റെ പ്രഥമ ദൃഷ്ട്യാലുള്ള റിപ്പോർട്ടിൽ പറയുന്നത്. ഒപ്പം തന്നെ ഇദ്ദേഹം നിരവധി ക്രിമിനൽ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിരുന്നു എന്ന് സംബന്ധിച്ചുള്ള വിവരങ്ങളും ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് DGPക്കാണ് റിപ്പോർട്ട് അജിത ബീഗം കൈമാറിയത്, ADGP അജിത ബീഗം കൈമാറിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ സുജിത് ദാസിനെ പത്തനംതിട്ട SP സ്ഥാനത്ത് നിന്ന് സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് വന്നിരിക്കുന്നത്. ആദ്യഘട്ടം മുതൽ തന്നെ പ്രതിപക്ഷത്തു നിന്നും വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ, പ്രത്യേകിച്ച് വലിയ സമരങ്ങൾ സുജിത് ദാസിനെയും ADGP MR അജിത് കുമാറിനെയും സസ്പെൻഡ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ സംഘടനകൾ ശക്തമായ സമരങ്ങൾ നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിടിച്ചു നിൽക്കാനായി ആദ്യഘട്ടം എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ SP ആയിരിക്കുന്ന സുജിത് ദാസിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്ക്, അത്തരത്തിലുള്ള ഉത്തരവിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു വിവാദം പ്രത്യേകിച്ച് PV അൻവർ MLA പരസ്യമായി സർക്കാരിനെതിരെ, പ്രത്യേകിച്ച് ആഭ്യന്തര വകുപ്പിനെതിരെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പാർട്ടിക്കുള്ളിലെ ഒരു നേതാവ് തന്നെ, ഒരു ജനപ്രതിനിധി തന്നെ നേരിട്ട് തങ്ങളുടെ സർക്കാരിന്റെ വകുപ്പിനെ കുറിച്ച് അധിക്ഷേപം ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ P ശശിക്കെതിരെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു. അങ്ങനെ വിവാദങ്ങൾ കത്തിപ്പടരുന്നതിനിടയിലായിരുന്നു സുജിത് ദാസിന്റെ ശബ്ദ സംഭാഷണവും പുറത്തു വന്നത്. PV അൻവർ MLA നടത്തുന്ന ശബ്ദ സംഭാഷണമായിരുന്നു. ആ ശബ്ദ സംഭാഷണം ആഭ്യന്തര വകുപ്പിന് വലിയ രീതിയിൽ നാണക്കേടുണ്ടാക്കി എന്ന വിലയിരുത്തൽ നേരത്തെ തന്നെ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു. തുടർന്നായിരുന്നു ADGP അജിത ബീഗത്തെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചുകൊണ്ടുള്ള ഒരു അന്വേഷണം സർക്കാർ തലത്തിൽ നടന്നത്. ആ ഒരു അന്വേഷണത്തിലാണ് സുജിത് ദാസിന്റെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചകൾ ഉണ്ടായി. ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തികളുമായി അടുത്ത ബന്ധമുണ്ടാക്കി. ക്രിമിനൽ ഇടപാടുകളിൽ സുജിത് നേരിട്ട് ഇടപെട്ടു എന്ന് സംബന്ധിച്ചുള്ള ഒരു പ്രഥമ ദൃഷ്ട്യാലുള്ള അന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ ADGP കൈമാറിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സർക്കാർ തലത്തിലുള്ള ഒരു ഉത്തരവുണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി തന്നെയാണ് നേരിട്ട് സസ്പെൻഷൻ പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിൽ മുഖം രക്ഷിക്കാനുള്ള ഒരു നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടന്നിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടതിന് ശേഷം ഇന്ന് ഒരാഴ്ച പിന്നിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ ഒരാഴ്ച ഉൾപ്പെടെയുള്ള മുഖ്യമന്ത്രി തന്നെ നേരിട്ട് സുജിത് ദാസിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടുണ്ടായിരുന്നു. പക്ഷെ വിവാദങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പിണറായി സർക്കാരിന് സാധിക്കില്ല എന്നൊരു സാഹചര്യം ഉണ്ടായ ഘട്ടത്തിലാണ് ഇപ്പോൾ സുജിത് ദാസിന്റെ സസ്പെൻഷൻ നടപടിയിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലക്ഷ്മി, സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉത്തരവിട്ടു. വിനീഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്.